ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ പിള്ളച്ചേട്ടൻ വീണ്ടും രാഘവൻ നായരോട് ശാരികയുടെ കുഞ്ഞിനെ കുറിച്ച് പറയുന്നു. ഇതേ കാലനെ മാടി വിളിക്കുന്ന മുതലാ, ഇതിങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താലേ ഓരോരുത്തരെയായിട്ട് വീണ്ടും വീണ്ടും ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് രാഘവൻ നായരോട് പിള്ളച്ചേട്ടൻ പറയുമ്പോഴേക്കും രാഘവൻ നായർ അതെല്ലാം കേട്ട് വല്ലാതെ ഭയപ്പെടുന്നു. താൻ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ച് രാഘവൻ നായർ ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് കമലിനുമായി ശിവൻ മടങ്ങി വരുന്നതിനിടയിൽ വഴിയിൽ വെച്ച് ഒരു പ്രായമായ സ്ത്രീ വഴി ക്രോസ് ചെയ്യുന്നതിനിടയിൽ ശിവന്റെ ജീപ്പിന് മുന്നിലേക്ക് വന്നപ്പെടുന്നു. അങ്ങനെ ശിവന്റെ ജീപ്പിന്റെ സൈഡിൽ തട്ടി ആ അമ്മ വഴിയരികിൽ വീണ് കിടക്കുകയാണ്. ഒടുവിൽ ശിവനും കമലിനും കൂടി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും നാട്ടുകാർ തടിച്ചുകൂടി ശിവന്റെയും കമലിന്റെയും നേരെ അവർ ഒച്ചയുണ്ടാക്കുന്നു. ഇതെല്ലാം അറിയുന്നതോടെ രാഘവൻ നായർ വല്ലാതെ ഭയപ്പെടുന്നു. ശാരികയുടെ കുഞ്ഞും മൂലം ഈ കുടുംബത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറിച്ച് ഓരോന്നും ഓർത്തെടുക്കുമ്പോൾ പിള്ള പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ളൊരു ആശങ്ക കുടുംബത്തിലുള്ള സത്യാമ്മയ്ക്കും രാഘവൻ നായർക്കും ശാലിനിക്കുമൊക്കെ അങ്ങനെ ഒരു ആശങ്ക അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു.